ബാംഗ്ലൂരിൽ വീട് റെന്റൽ വിപണിയും റിയൽ എസ്റ്റേറ്റ് വിപണിയും വാർത്തകളിൽ ഇടം പിടിക്കാത്ത ദിവസങ്ങളില്ല. ചൂഷണത്തിന്റെ മറുപേരായി ബാംഗ്ലൂർ റിയൽ എസ്റ്റേറ്റ് മേഖല മാറിയെന്ന് തന്നെ പറയാം. വീടുകൾക്ക് ആവശ്യക്കാർ ഏറെയുള്ളതുകൊണ്ട് എന്ത് നിബന്ധനകൾ മുന്നോട്ട് വെച്ചാലും അത് സാധിച്ചു കിട്ടുമെന്ന ചിന്തയിൽ സാധാരണക്കാരെ പരമാവധി ചൂഷണം ചെയ്ത് പണം പിടുങ്ങാൻ ശ്രമിക്കുകയാണ് വലിയൊരു വിഭാഗം വീട്ടുടമകൾ. വാടകയ്ക്ക് ഒരു വീടെടുക്കാൻ ആഗ്രഹിച്ച് സമീപിച്ച യുവതിയോട് സങ്കല്പിക്കാനാവാത്തത്ര വലിയ തുക ഡെപ്പോസിറ്റ് ചോദിച്ച ഒരു വീട്ടുടമയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ ബാംഗ്ലൂരിൽ ഒരു വീട് കണ്ടെത്താൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഉപാസന ഡോഗ്ര എന്ന കണ്ടന്റ് ക്രിയേറ്റർ സ്വന്തം അനുഭവത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. കാലങ്ങളായി ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഉപാസന ഇപ്പോൾ മൂന്നാമതായി ഒരു വീട് വാടകയ്ക്ക് തേടുന്ന ഘട്ടത്തിലാണ്. വീട് അന്വേഷിച്ച് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായെങ്കിലും സെക്യൂരിറ്റി ഡിപ്പോസിറ്റും വീട്ടുടമകളുടെ വിചിത്രമായ നിബന്ധനകളും മൂലം ഇതുവരെ ഒന്നും ശരിയായില്ല. ഈ അവസ്ഥ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വീട്ടുടമയെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വോയിസും ഉപാസന പകർത്തുകയായിരുന്നു. ഫോണിൽ വീട്ടുടമയെ വിളിച്ച് വീട് വാടകയ്ക്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തുക എത്രയാണെന്നും ചോദിക്കുന്നു. 3 ലക്ഷം രൂപ എന്ന മറുപടിയാണ് വീട്ടുടമയിൽ നിന്ന് ലഭിച്ചത്. ബാംഗ്ലൂരിൽ മാത്രം എന്താണ് ഇങ്ങനെയൊരു സ്ഥിതി എന്നാണ് ഉപാസനയുടെ സംശയം. ഡൽഹിയിലും താൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെന്നും ഇന്ത്യയിലെ പല നഗരങ്ങളിലും സുഹൃത്തുക്കൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്നും ഉപാസന പറയുന്നു. എന്നാൽ ഒരിടത്തും പ്രതിമാസ വാടകയുടെ 10 മടങ്ങ് സെക്യൂരിറ്റിയായി ആവശ്യപ്പെടുന്ന പതിവില്ല. വീടുകൾ നേരിട്ട് കാണാൻ ചെല്ലുമ്പോൾ വേണ്ടത്ര സ്ഥലവിസ്തൃതിയോ വെളിച്ചമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തവയാണ് ഭൂരിപക്ഷവും. ശരിയായ വിധത്തിൽ വൈദ്യുതി കണക്ഷൻ പോലും ഇല്ലാത്ത വീടുകൾ അതുവരെ ഉണ്ടെന്ന് ഉപാസന പറയുന്നു. ഇടുങ്ങിയ വീടുകൾ സുഖപ്രദമായത് എന്ന ലേബൽ നൽകിയാണ് ഓൺലൈൻ സൈറ്റുകളിൽ ഈ വീടുകൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് ബാംഗ്ലൂരിലെ സാധാരണ കാഴ്ചയായി എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നതെന്നും ഉപാസന പറയുന്നു. സമാനമായ രീതിയിൽ വീട്ടുടമകളിൽ നിന്നും പ്രതികരണം ലഭിച്ച ധാരാളം ആളുകൾ ഈ പോസ്റ്റിന് പ്രതികരണങ്ങളുമായി എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സൗകര്യങ്ങൾ മാത്രമുള്ള വീടിന് 6.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ആവശ്യപ്പെട്ട സ്ഥിതിയാണ് താൻ നേരിട്ടതെന്ന് മറ്റൊരാൾ ആ കമന്റ് ബോക്സിൽ കുറിച്ചു. ഇത്തരം കാര്യങ്ങൾ ബാംഗ്ലൂരിൽ പുതുമയല്ലെന്നും വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്നവർ ഇത് തങ്ങളുടെ വിധിയാണെന്ന തിരിച്ചറിവിൽ എന്തും നേടാനുള്ള മനസ്ഥിതി നേടിക്കഴിഞ്ഞുവെന്നുമാണ് മറ്റൊരാൾ കമന്റ് ബോക്സിൽ പങ്കുവച്ചത്.